ആവേശത്തിലാണെന്ന് തോന്നുന്നു അല്ലേ പ്രവർത്തകരൊക്കെ? അതെ അതെ, ചേലക്കര വലിയ ആവേശത്തിലാണ് BJP-യുടെ വിജയത്തിനായി. സാധാരണ രാവിലെ ഇത്ര ആള് കാണും ഇവിടെ, നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ നിന്ന് ആളുകൾ വോട്ട് ചെയ്യാൻ നിൽക്കാണ് രാവിലെ തന്നെ. ചേലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് BJP-ക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് തിരുവല്ലാമലക്കാർ നേരത്തെ വന്ന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈ പുതിയ വോട്ടുകൾ ചേർത്ത് 10,000-ഓളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ ആർക്കാണ് കൂടുതൽ? എല്ലാവരും അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിലും BJP അല്ലെങ്കിൽ വോട്ട് ചേർത്തിട്ടുണ്ടോ അവിടെ? എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് BJP-ആണ്. 6,500 മുകളിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. 6,500 വോട്ട് ചേർന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി ആളുകളാണ് വിവിധ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ആ സംഭവം ഉണ്ടായി. അത് എത്രത്തോളം പ്രതീക്ഷ? ഈ മണ്ഡലത്തിൽ ഏറെക്കുറെ ഒരു 600-ഓളം കുടുംബങ്ങൾ ഈ അടുത്ത കാലത്ത് BJP-യോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പുതിയ ആളുകൾ പാർട്ടിയോടൊപ്പം ചേരാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ചേലക്കരയുടെ മാറ്റം അത് ഇത്തവണ BJP-യിലൂടെ ആയിരിക്കും. ചേലക്കരയുടെ വിധി നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? ചേലക്കരയുടെ വിധി പറയുമ്പോൾ ഇവിടെ അടിസ്ഥാന വികസനം ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ മണ്ഡലം ഒട്ടനവധി മന്ത്രിമാരും സ്പീക്കർ അങ്ങനെ ഒട്ടനവധി ആളുകളെ സൃഷ്ടിച്ചൊരു മണ്ഡലമാണ്. മണ്ഡലം എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മണ്ഡലത്തിന് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നതാണ് ഈ അവസരത്തിൽ. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നാണോ? അതെ അതെ, ആ ഭരണവിരുദ്ധ വികാരം ദേശീയ തലത്തിൽ BJP-ക്ക് ഉണ്ടായ ആ ഗുണം അത് ഇവിടെ ചേലക്കരയിൽ BJP-ക്ക് അനുകൂലമായി മാറും. പോളിംഗ് ശതമാനം ഉയരുന്ന പ്രതീക്ഷയുണ്ടോ? ഉയർന്നാൽ എങ്ങനെ ഗുണം ചെയ്യുമോ BJP-ക്ക്? എന്താണ് അതിൻ്റെ പ്രതീക്ഷ? BJP പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പോളിംഗ് ശതമാനം ഉയരും. അതെന്തായാലും BJP-ക്ക് അനുകൂലമായി. വയനാടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്ര സഹായം കിട്ടാത്തത് വലിയ ചർച്ചയായിരുന്നു ഈ 3 മണ്ഡലങ്ങളിലും. കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പണം അവിടെ കൃത്യമായിട്ട് വരും. അത് ചെയ്യാൻ സർക്കാർ ബോധിപ്പിക്കാത്തതാണ് കാരണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ ആ വിഷയത്തെക്കുറിച്ചിട്ട് 12 കോടി രൂപ വെച്ച് 3 മുന്നണികളും ചെലവഴിച്ചു. അങ്ങനെ വലിയ പണ ഒഴുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ മുന്നണികളുടെ ഭാഗത്ത്? അദ്ദേഹത്തിന് എന്തും പറയാം. അതിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. ആളെന്താ വെച്ച് പറയട്ടെ. ഇത്തവണ BJP വിജയിക്കും. 50,000-ന് മുകളിൽ വോട്ട് BJP-ക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളും അതിനുശേഷം സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്തു കഴിഞ്ഞു. ഈ കേരളത്തോട് മാത്രം കൊടുത്ത സംഖ്യ കൃത്യമായി വിനിയോഗിക്കാൻ ആദ്യം സർക്കാർ തയ്യാറാവണം. അതിന് കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഫണ്ട് എത്തും. ഇവിടെ ഏറ്റവും അധികം ഈ സാധാരണ പട്ടികജാതിക്കാരായ ആളുകളുള്ള സ്ഥലമാണ്. പക്ഷെ അവരൊന്നും വളരെ മോശം അവസ്ഥയിലാണ് കഴിയുന്നത്. നിങ്ങളിപ്പോൾ എന്തായാലും ഒരു മാസത്തോളമായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. നിങ്ങൾക്കതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുക ഈ മണ്ഡലം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ്.